നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരനുയായി വന്നുകൊണ്ട് നബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് അമലുകൾ ചെയ്യുമ്പോൾ ഇഖ്ലാസ് ഇല്ല ഹബീബേ. ഒരുപാട് നിസ്കരിക്കും, നോമ്പ് പിടിക്കും, സക്കാത്ത് കൊടുക്കും, സുന്നത്ത് നിസ്കരിക്കും, ഖുർആനും ഒക്കെ ഉണ്ട്, പക്ഷെ ഒരു ഇഖ്ലാസ് കിട്ടുന്നില്ല, ഒരു ഖുശൂ കിട്ടുന്നില്ല, ഒരു ഭയഭക്തി കിട്ടുന്നില്ല. എന്തൊക്കെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ, ചിലർ പറയും സാധാ ഒന്നും കൊണ്ട് ഒരു റാഹത്തില്ല, സ്കരിച്ചിട്ട് സലാത്തിലിട്ടൊന്നും ഒരു സുഖം കിട്ടുന്നില്ല. സ്ത്രീകൾ പറയാറുണ്ട്, പുരുഷന്മാർ പറയാറുണ്ട്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നീ അമൽ ചെയ്യണേ, ഫഅമൽ ലിൽ ആഖിറ കഅന്നക തമൂതു ഗദാ. നാളെ നീ മരിക്കുമെന്നുള്ള ചിന്തയിൽ, അടുത്ത സെക്കൻഡിൽ നീ മരണപ്പെടുമെന്നുള്ള ഓർമ്മയിൽ നീ നിസ്കരിക്കണേ, അമൽ ചെയ്യണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അടുത്ത സെക്കൻഡിൽ ഞാൻ മരിക്കേണ്ടവനാണ്, അടുത്ത സെക്കൻഡിൽ ഞാൻ മരണപ്പെടേണ്ടവനാണ് എന്ന ചിന്തയിൽ നമസ്കരിക്കാൻ വേണ്ടി കയറിയാൽ അവന് ഖുശൂ ഉറപ്പാണ്, ഇഖ്ലാസ് 100% ഉണ്ടാവും, ഉറപ്പാണ്. നാളെ ഞാൻ മരിക്കും, ഡോക്ടർ പറയാ ഇയാൾക്കിനി ആയുസില്ല കേട്ടോ, തീർന്നിട്ടുണ്ട്, വീട്ടിൽ നിന്ന് നിങ്ങളെല്ലാവരും വീട്ടിലുള്ളവരൊക്കെ വന്ന് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ, ഇവിടുന്ന് ഒഴിവാക്കി, ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാനൊന്നുമില്ല അല്ലേ. ചിലപ്പോൾ ഡോക്ടർമാർ അങ്ങനെ എഴുതി തള്ളാറുണ്ട്. അള്ളാഹു അത്തരത്തിൽ നിന്ന് നമ്മളെ കാക്കട്ടെ, പെട്ടെന്നുണ്ടാവുന്ന മരണങ്ങളെ തൊട്ട് അള്ളാഹു കാക്കട്ടെ, കുടുംബത്തിന് ഭാരമാകുന്ന രീതിയിലുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. മക്കളൊക്കെ നോക്കി മടുത്തിട്ട് ചിലപ്പോൾ പറയാറുണ്ട്, ഉസ്താദുമാരോട് തന്നെ പറയാറുണ്ട്, ഉസ്താദേ എല്ലാം ചെയ്ത് കേട്ടോ, ഉസ്താദ് നാൾ പറഞ്ഞില്ല ഒരു കാളെ അറുത്ത് കൊടുക്കാൻ, അങ്ങനെ കുട്ടനെയൊക്കെ അറുത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് എങ്ങനെയെങ്കിലും എങ്ങനെ അല്ല, അവർ ഈ ഇമാം സലാമത്തായൊന്ന് മരിച്ചാൽ മതിയായിരുന്നു, കാരണം കുറേ ആയില്ലേ. മക്കൾ പറയാണ്, അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇന്നത്തെ തലമുറയിൽ മക്കൾ വന്നുകൊണ്ട് പറയുന്ന ഡയലോഗാണിത് സാധുമാരോട്. അതിനെന്ത് വേണമെങ്കിലും സാധു എത്തിങ്ങാനയ്ക്ക് എന്തെങ്കിലും കൊടുക്കണം, കാരണം ഗൾഫിൽ നിന്ന് വന്നിട്ട് വേഗം തന്നെ തിരിച്ചു പോകണം, അല്ലെങ്കിൽ എൻ്റെ ജോലി പോവും. ആലോചിച്ച് നോക്കും മനുഷ്യൻ്റെ ചിന്താഗതി. ഇത്രയുള്ള മനുഷ്യൻ, എന്നാൽ ഈ കിടക്കുന്നതാകുന്ന സുഖമില്ലാതെ കിടക്കുന്ന പ്രിയപ്പെട്ട പിതാവ്, സുഖമില്ലാതെ കോമയിൽ കിടക്കുന്ന പ്രിയപ്പെട്ട മാതാവ്, നിനക്ക് വേണ്ടി രാപകലുകൾ അധ്വാനിച്ചിരുന്നതാകുന്ന രക്ഷിതാവാണെന്നുള്ള ബോധം നിനക്കില്ലാതെ പോയി. എത്രയോ പള്ളികളിൽ പോയി നേർച്ച നേർന്ന ഉസ്താദുമാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചിട്ട് നിനക്ക് കിട്ടിയ വിസ, നീ ഇന്ന് പ്രവാസ ലോകത്ത് ഏറ്റവും വലിയ സമുന്നതമായി വിരാജിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ പിന്നിൽ കരഞ്ഞ് തഹജ്ജുദ് നിസ്കരിച്ച് പൊട്ടിക്കരഞ്ഞ് ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത മാതാവിനെ, പിതാവിനെ മരിപ്പിക്കാൻ വേണ്ടി യതീംഖാനയിലേക്ക് ഞാൻ ഇത്ര തരാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ കൊടുക്കാൻ തയ്യാറാകുന്ന മാതാപിതാക്കളുടെ സ്നേഹമില്ലാത്ത മക്കളുള്ള കാലഘട്ടം. എങ്ങനെയെങ്കിലും മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. എത്ര ആളുകളാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അത്തരത്തിലുള്ള മക്കളെ തൊട്ട് അള്ളാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. ദുനിയാവിന് വേണ്ടി ജീവിക്കുക. ഇവൻ എങ്ങനെയെങ്കിലും പോയാൽ ഇവനെന്തിനാ വന്നത്? ഇവൻ വന്നത് എന്തിനാ? വന്നത് സക്കറാത്തിൻ്റെ ഹാലിൽ ഞാനിവിടെ ഉണ്ടെന്ന് 10 പേരോട് പറയാൻ വേണ്ടി. മരിച്ചു കഴിഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ വരുമ്പോൾ, ബന്ധുക്കാരൊക്കെ വരുമ്പോൾ, എൻ്റെ കയ്യിൽ കിടന്നാണ് മരിച്ചത്, എൻ്റെ കയ്യിൽ കിടന്നാണ് മരിച്ചത്, ഞാനിങ്ങനെ ചൊല്ലിക്കൊടുത്തായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തായിരുന്നു. അപ്പോൾ ഉമ്മ അതിങ്ങനെ ഏറ്റി ചെല്ലിയിട്ട്, അല്ലെ വാപ്പ ഏറ്റി ചെല്ലിയിട്ട് എനിക്കൊരു ഉമ്മയും കൂടെ തന്നിട്ടാണ് മരിച്ച്, ഒരു 10 പീസും കൂടെ ഇട്ട് കൊടുത്തേക്കും. ഉമ്മ പോയിട്ട് കാർക്കിച്ച് തുപ്പിയതായിരിക്കും. എന്നാലും ഇവൻ പറയുന്നത് എന്താ, എനിക്കൊരു ഉമ്മയൊക്കെ തന്ന അങ്ങ് ഈ വിടാൻ വേണ്ടിയിട്ടാണ് ഇവനിവിടെ വന്ന് നിൽക്കുന്നത്, അല്ലാതെ ഇഖ്ലാസിൻ്റെ പുറത്തൊന്നും അല്ല. മരിക്കുന്ന സമയത്ത് നീ ഇവിടെ ഇല്ലായിരുന്നോടാ എന്ന് നാട്ടുകാർ ചോദിക്കുമ്പോൾ അതിന് ഞാനിവിടെ ഉണ്ടായിരുന്നു എന്നൊന്ന് പറയാൻ വേണ്ടി മാത്രം നാട്ടിലെത്തിയതാ. അങ്ങനെയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. 80% ഈ രീതിക്ക് വരുന്നവരാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. സ്നേഹമില്ലാത്ത ആളുകളില്ല എന്നല്ല, മിക്ക ആളുകളുടെയും പ്രവർത്തനം ഇത് തന്നെയാണ്. ഇഖ്ലാസുള്ള ആളുകളുണ്ട്, ധാരാളം നോക്കുന്ന മക്കളുണ്ട്. അള്ളാഹുർക്ക് ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. അല്ലേ, എത്ര ആളുകളുണ്ട്. ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കാൻ രക്ഷിതാക്കൾ. എന്നാൽ ഈ വാപ്പയും ഉമ്മയും ഈ മകന് വേണ്ടി, ഇവനൊരു വിസ കിട്ടാൻ വേണ്ടി, ഇവനൊരു ജോലി കിട്ടാൻ വേണ്ടി ഗൾഫിൽ പോയിട്ട് ഇങ്ങനെ തേരാപ്പാര നടക്കാൻ മാസങ്ങളായി. ഉസ്താദ് ഒന്ന് ദ്വാരക്കണം, ഞാൻ ഏത് ദിക്റും ചെല്ലാം, എനിക്ക് ദിക്റുതാ, ഇന്ന ദിക്റ് ചൊല്ലിക്കോ. എത്ര ചെല്ലണം ഉസ്താദെ? എത്ര സലാത്ത ചെല്ലേണ്ടത്? എത്ര ലാ ഹൗല ചെല്ലേണ്ടത്?
മക്കൾക്ക് വേണ്ടി രാവും പകലും ചൊല്ലി 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 നിൽക്കുക. ഇന്ന് വരെ അവരവരുടെ കാര്യത്തിന് വേണ്ടി ഒരു യാസീൻ പോലും ഓതാൻ പോലും അവർക്ക് സമയം കിട്ടിയിട്ടില്ല. മക്കൾക്ക് വേണ്ടി തന്നെ. ചെറുപ്പത്തിൽ നിന്നെ വളർത്തി വലുതാക്കിയ പ്രിയപ്പെട്ട മാതാവ്, നീ സുഖമില്ലാതിരുന്ന ഘട്ടത്തിൽ നിൻ്റെതാകുന്ന അസുഖം മാറാൻ വേണ്ടി നേർച്ച നേർന്ന് സമ്പത്ത് ചെലവഴിച്ച് ഹോസ്പിറ്റലിൽ പോയി ഉറക്കമൊളച്ച് ദിക്റ് ചൊല്ലി ക്ഷീണിച്ച് അവശയായി നിസ്കരിക്കുമ്പോഴും നോമ്പ് പിടിക്കുമ്പോഴും അതിനുവേണ്ടി നേർച്ച നേർന്ന് നോമ്പ് പിടിച്ച് സക്കാത്ത് കൊടുത്ത് അമൽ ചെയ്ത് ഉംറ ചെയ്ത് എൻ്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി കിട്ടണം, മകളെ രക്ഷപ്പെടുത്തി കിട്ടണം എന്ന് പറഞ്ഞ് അതിനുവേണ്ടി തന്നെ നിലകൊണ്ടതാകുന്ന ഈ വാപ്പയും ഉമ്മയും അവസാനം മരിക്കാൻ വേണ്ടി മക്കൾ ദ്വാരക്കുന്ന ഘട്ടം. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവനെങ്ങനെയും വാപ്പ മരിച്ചാൽ മതി, സ്വത്ത് എങ്ങനെയെങ്കിലും അതുകൂടെ കിട്ടുവാണെങ്കിൽ റാഹത്ത്. ഇതാണ് ഇന്നത്തെ തലമുറ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ആഖിറത്തിന് വേണ്ടി സ്വരൂപിക്കണം. ദുനിയാവല്ല, ആഖിറത്തിന് വേണ്ടി. ആഖിറത്തിന് വേണ്ടി സമ്പാദിച്ചു വെക്കണം. ദുനിയാവ് നശ്വരമാണ്. ഇവിടെ മക്കൾ എന്ത് കാണിച്ചിട്ടും കാര്യമില്ല. മാത്രമല്ല മരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ വസീയത്ത്, പഴയ കാലഘട്ടങ്ങളിൽ വസീയത്തുണ്ടായിരുന്നു, അതൊന്നുമില്ല. ഇന്ന് എന്തെങ്കിലും മരിച്ചതിന് ശേഷം എന്തൊക്കെയോ കടിപിടി കൂടുകയാണ്, അടിയും വഴക്കും ബഹളവും. മുമ്പ് നേരത്തെ തന്നെ ഇതൊക്കെ തയ്യാറാക്കി വെക്കും. ഞാൻ അടുത്ത സെക്കൻഡിൽ മരിക്കേണ്ടവനാണെന്നുള്ള ചിന്തയുള്ള ഏതൊരു രക്ഷിതാവും അവനൊരല്പസ്വല്പം കഴിയുമ്പോൾ 40 കഴിയുമ്പോഴത്തേക്ക് തന്നെ അവനിതൊക്കെ വിൽപ്പത്രം റെഡിയാക്കി തയ്യാറാക്കി വെക്കണം. അതാണ് വേണ്ടത്. ഇസ്ലാമിക നിയമമാണത്. ഇന്നത് ഇതൊക്കെ ഇന്ന വ്യക്തികൾക്ക് ഇസ്ലാമിക നിഷ്ഠപ്രകാരം ഒരു ആലിമിൻ്റെ സഹായം തേടിക്കൊണ്ട് കൃത്യമായി അടയാളപ്പെടുത്തി കൊടുക്കൻ, വഴക്കില്ലാത്ത പ്രശ്നമില്ലാത്ത. ഇനി അതല്ല, നേരത്തെ തന്നെ ഓഹരി ജീവിതത്തിൽ വെച്ചു കൊടുത്താൽ തന്നെ നിന്റെ സ്വത്ത് പൂർണ്ണമായി നീ മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കാതിരിക്കാൻ നിനക്കൊരു ഓഹരി വേണം. കാരണം ഇന്ന് എത്രയോ സിനിമാ നടന്മാരും വലിയ വലിയ രാഷ്ട്രീയ പ്രമുഖരുമൊക്കെ അടക്കം ഇന്ന് കടക്കുന്നത് വൃദ്ധസദനങ്ങളിലാണ്. മനസ്സിലാക്കണം. എത്ര ആളുകളുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ഒരാൾ തിരിഞ്ഞു നോക്കാനില്ല. മക്കൾ സ്വത്തെല്ലാം എഴുതി കഴിയുമ്പോഴത്തേക്ക് നേരെ കൊണ്ടുപോയിട്ട് വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടാൻ. അവിടെ കിടന്ന് മരണപ്പെട്ടു പോകുന്ന എത്ര ആളുകൾ, ആരും നോക്കാനില്ല. ആ വൃദ്ധസദനങ്ങൾ കുളിപ്പിക്കുന്നതോ അന്യ സ്ത്രീകൾ. ഇന്ന് വരെ ഒരു പരസ്ത്രീയുടെ കൈക്ക് പിടിക്കാത്ത പ്രിയപ്പെട്ട പിതാവിനെ, അല്ലെങ്കിൽ ഒരു പരപുരുഷൻ്റെ ശരീര കരസ്പർശമേൽക്കാത്ത പ്രിയപ്പെട്ട മാതാവിനെ കുളിപ്പിക്കുന്നതൊക്കെ മറ്റ് ആളുകളാണ് വൃദ്ധസദനങ്ങളിൽ. നഊദുബില്ലാ. അവരുടെ മാനസികമാകുന്ന വിഷമവും പ്രയാസവും എത്ര വലുതായിരിക്കും. ഈ ശാപമൊക്കെ നമ്മൾ എവിടെ കൊണ്ടേ തീർക്കും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കൻ. ആഖിറത്തിന് വേണ്ടി സമ്പാദിക്കൻ. ദിക്റും സ്വലാത്തും ഒക്കെ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്തു വെക്കണം. ഒരു വ്യക്തി 70,000 തഹ്ലീൽ ചൊല്ലി സ്വന്തം കാര്യത്തിന് വേണ്ടി നിയ്യത്ത് ചെയ്ത് മാറ്റിവെച്ചാൽ തന്നെ ഇൻഷാ അല്ലാഹ് അവന് വലിയ വിജയം അള്ളാഹു നൽകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖബർ ജീവിതത്തിലും മഹ്ശറയിലുമൊക്കെ അത് കണ്ടറിയാൻ പറ്റും. സൂറത്തുൽ ഇഖ്ലാസ് 1,00,000 നാം ഓരോരുത്തരും നമുക്ക് വേണ്ടി ചെയ്തു തീർക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഓതി ഉസ്താദ് എല്ലാ നിസ്കാരത്തിലും കുൽഹുവല്ലാ ഓതി നിൽക്കരിക്കുന്നത്, അതല്ല ഈ പറയുന്നത്. സെപ്പറേറ്റ് കുൽഹുവല്ലാ 1,00,000 നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് വേണ്ടി ചെയ്തു വെക്കണം. ഇപ്പോൾ ഫ്രീ ആണ്, നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളുണ്ട്. മറ്റെല്ലാ ജോലി തിരക്കുകളും മാറ്റിവെച്ച് കിട്ടുന്ന സമയത്ത് ദിക്ർ തന്നെ. വെറുതെ പനായും പ്രസാദം പറഞ്ഞ് ദുനിയാവിന് വേണ്ടി കഴിഞ്ഞാൽ നാളെ ഖബറിൽ പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എല്ലാവരും ഐക്യപ്പെട്ട വിഷയമാണ് മരണം. ഖബറിൽ പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെ രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും പണിയെടുക്കണം. പണി ഇതാണ്. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ. ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ് ദുന്യാവെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കൃഷി ഇതാ. തസ്ബീഹ്, തഹ്ലീൽ, ദിക്ർ, സ്വലാത്ത്, ഖുർആനോത്ത്, അത് തന്നെ, വേറൊന്നും വേണ്ട. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന ഹാദിൽ ഖുലൂബ തസ്ദഉ കമാ യസ്തഉൽ ഹദീദ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, സ്വഹാബ ഈ ഹൃദയങ്ങൾക്ക് കറ പിടിക്കും. സ്വഹാബ ഇന്ന ഹാദിൽ ഖുലൂബ യസ്ദഉ, ഈ ഹൃദയങ്ങൾക്ക് കറ പിടിക്കും. സ്വഹാബ കമാ തസ്ദഉൽ ഹദീദു, ഇരുമ്പുകൾക്ക് ക്ലാവ് പിടിക്കുന്നത് പോലെ, കറ പിടിക്കുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയത്തിന് കറ പിടിക്കും. സ്വഹാബ
ഫഖാല സ്വഹാബത്തു, ഉടനെ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് വമാ ജിലാഉഹാ, ഇരുമ്പുകൾക്ക് തുരുമ്പ് പിടിച്ചാൽ അത് മാറ്റിയെടുക്കാൻ ഞങ്ങൾക്കറിയാം റസൂലേ, അത് മാറ്റാനുള്ള പണികൾ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ഹബീബേ. എന്നാൽ മനുഷ്യന്റെ ഹൃദയത്തിന് കറ പിടിച്ചാൽ അതെങ്ങനെയാണ് തെളിച്ചെടുക്കുക ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറയുകയാണ്, രണ്ട് കാര്യങ്ങൾ കൊണ്ട് സാധിക്കും സാബ. ഒന്ന് ദിക്റുൽ മൗത്ത്, അവനവന്റെ സ്വന്തം മരണത്തെ കുറിച്ചുള്ള ചിന്തയാ. അടുത്ത സെക്കൻഡിൽ ഞാൻ മരിക്കുമെന്നുള്ളതാകുന്ന ചിന്ത ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലും ഉണ്ടായാൽ അവന്റെ ഹൃദയം വെട്ടിത്തിളങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമതായി റസൂലുള്ള പറയുകയാണ്, വതിലാവത്തിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണമാണ്. പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, സഹോദരാ, സഹോദരി, മദ്രസയിൽ ഖുർആൻ ഓതാൻ വൃത്തിയായി പഠിച്ചതായ മക്കളല്ലേ? എത്ര ഖത്മുകളാണ് നിങ്ങൾ ഓതി തീർത്തത്? 30 വയസ്സുള്ളവരില്ലേ? 40 കഴിഞ്ഞവരില്ലേ? 20 അതിന് താഴോട്ട് പ്രായമുള്ളതായ മക്കളില്ലേ? ഖുർആൻ വൃത്തിയായി പാരായണം ചെയ്യാൻ അറിയുന്നതായ പ്രിയപ്പെട്ട മക്കളെ, രക്ഷിതാക്കളെ, എത്ര ഖത്മുകൾ നാം പാരായണം ചെയ്തു? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹൃദയത്തിന് തിളക്കം വേണോ, മാറ്റുകൂട്ടണോ? ഹൃദയത്തിന്റെ കറകളിൽ നിന്ന് ഹൃദയത്തെ സ്ഫുടം ചെയ്തെടുക്കണോ? ഖുർആനിന്റെ പാരായണം കൊണ്ട് സാധ്യമാണെന്നും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എവിടം വരെ ഓതി? ഒരു ഖത്ത് ഓതിയിട്ടുണ്ടോ? ഒരു ഖത്തുമ തുടക്കം മുതൽ അവസാനം വരെ ഓതി എത്ര ആളുകളുണ്ട്? കൈയുറത്തണ്ട, ഒന്ന് ചിന്തിച്ചാൽ മതി. എത്ര ചെറുപ്പക്കാരുണ്ട് ഖുർആൻ കൈകൊണ്ട് തൊടുന്നതേയില്ല? ഇന്നത്തെ ജനറേഷൻ, അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. പള്ളിയിലെത്തി വെള്ളിയാഴ്ച 10 കോല് പോലും അവൻ്റെ ടാബ് എടുത്ത് ഫ്രണ്ടിൽ വെക്കുകയാണ്, മൊബൈല്, എന്നിട്ട് അതുമേലിരുന്ന് ഖുർആൻ ഓതുന്നു. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. മൊബൈലിലുള്ള ഖുർആൻ യഥാർത്ഥ ഖുർആൻ അല്ല, അതൊരു PDF ഫയല് പോലെയാണ്. മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഈ മൊബൈലിലുള്ള ഖുർആനും വെച്ചുകൊണ്ട് ബാത്റൂമിൽ പോകൽ അനുവദനീയമാക്കിയത് പണ്ഡിതന്മാർ. ഇത് യഥാർത്ഥ മുസാഫ് അല്ല. യഥാർത്ഥ മുസാഫ് അപ്പുറത്തിരിപ്പുണ്ട്, തൊട്ടടുത്തിരിക്കുക അലമാരിയിൽ, പള്ളിക്കകത്ത് എടുക്കൂല. മൊബൈലിനകത്ത് എല്ലാവരുടെ സാധനം മൗലൂദ്, റാത്തീബ്, കുത്തുബിയത്ത് എല്ലാം ഇതിനകത്തുണ്ട്. പോണ്ട് എടാ, കുത്തുബിയത്തെ മൗലൂദൊക്കെ അതിൽ ഒതുക്കോ, വിഷയമുള്ള കേസല്ല. ഖുർആൻ്റെ ആ കോപ്പി തന്നെ എടുത്തിട്ട് അത് കൈപിടിച്ച് ഓതുന്നതിലാണ് ബറക്കത്ത്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. മറ്റേത് തൂക്കിയിട്ടുണ്ട് എങ്ങോട്ടും പോകാം, ടോയ്ലറ്റിനുള്ളിൽ പോകാം, വിഷയമില്ല. ഖുർആനിലെ മൊബൈൽ ഒറിജിനൽ എന്തല്ല, ഖുർആൻ മൊബൈലിലുള്ള ഖുർആൻ ഒറിജിനൽ എന്തല്ല, ഖുർആൻ അല്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഏതുപോലെയാണത്? നമ്മളൊരു കണ്ണാടിയുടെ മുന്നിൽ നമ്മൾ നിന്ന് മുഖം നോക്കുമ്പോൾ കണ്ണാടിക്കുള്ളിൽ നമ്മൾ എന്തൊക്കെയാണോ നമ്മളെ കാണാൻ പറ്റും. ഈ കണ്ണാടിക്കുള്ളിൽ കാണുന്ന നീ യഥാർത്ഥ നീയാണോ? അല്ല, നിൻ്റെ എന്താണ്, ഒരു പ്രതിബിംബമാണ് അതിനുള്ളിൽ കാണുന്നത്. എന്നതുപോലെ ഖുർആനിൽ, ഈ മൊബൈലിലുള്ളതാകുന്ന ഖുർആൻ ഒരിക്കലും എന്തല്ല, ഒറിജിനൽ മുസാഹഫ് അല്ല. അതുകൊണ്ടാണ് അത് വെച്ചുകൊണ്ട് എങ്ങോട്ട് പോകൽ അനുവദിച്ചത്? ടോയ്ലറ്റിനുള്ളിൽ പോകാം, അനുവദനീയാണ്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ അതിലല്ല നോക്കി ഓതേണ്ടത്. നമ്മൾ അത്യാവശ്യ ഘട്ടം, ഉദാഹരണത്തിന് ബസ്സിലാണ്, ട്രെയിനിലാണ്, കാറിലാണ്, നമുക്ക് പെട്ടെന്നൊന്നും പറ്റുന്നില്ല, ഖുർആൻ കിട്ടിയില്ല, അപ്പോൾ വിഷയമല്ല. പള്ളിയിലെത്തി തൊട്ടടുത്ത് മുസാഫ് ഇരുന്നിട്ട് പോലും നോക്കാത്ത കൗമ് നമ്മുടെ കൗമിൽ ധാരാളമുണ്ട്. വെള്ളിയാഴ്ച ഓത് അൽക്കാഫ് കാര്യമായിട്ട് ഇതിൽ മുസാഫ് എടുക്കുന്നില്ല. അത് വലിയ വിഷയമാണ്. മുസാഫ് എടുക്കണം, അത് നമ്മുടെ നെഞ്ചത്തോട് ചേർത്ത് പിടിക്കണം, പതുക്കെ അതിൻ്റെ താളുകൾ മറക്കണം, അതിൽ നോക്കണം, അതിൽ ഓരോ വരിയും നോക്കുന്നതിൽ കണ്ണിന് കുളിർമ, ഓരോ വാക്കും തപ്പി തപ്പി ഓതുന്നവന് 2 പ്രതിഫലം. വല്ലദീ യതകഅഉ ലഹു അജ്റാൻ ശഫീഉനാ റസൂലുള്ളാഹി. വിക്കി പ്രയാസപ്പെട്ട് പോകുന്ന ആളുകളുണ്ട് ചിലർ, നമ്മളിങ്ങനെ മാറിയെന്ന് കളിയാക്കും. അവന് 2 കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു പേജ് ഓതിയാൽ മതി, ഒരുപാടൊന്നും ഓതണ്ട. പക്ഷെ ഖുർആൻ ഓതാതെ ഒരു ദിവസം പോകാൻ പാടില്ല. ഇരിക്കുന്ന ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ മുസഹഫ് വേണം. ഓരോരുത്തർക്കും സ്വന്തമായിട്ട് എൻ്റെ മുസഹഫ് എന്ന് പറയാൻ നമുക്ക് മുസഹഫ് ഇല്ല. ഇന്നത്തെ ചെറുപ്പക്കാർക്ക്, ന്യൂ ജനറേഷൻ എന്ന വിഭാഗത്തിനില്ല. എന്നാൽ മറക്കപ്പുറത്തിരിക്കുന്നതും ഈ സദസ്സിലുള്ളതുമായ പ്രായം ചെന്ന ഉപ്പമാർക്കും ഉണ്ട്, ഉമ്മമാർക്കും ഉണ്ട്.
ഇതാറ മുസാഫ, ഇത് ഉമ്മാടെ മുസാഫാണ്. പറയാറില്ലേ ഇതാറ മുസാഫ, ഇത് വാപ്പാടെ ഖുർആനാണ്. എന്നാൽ മോൻ്റെ ഖുർആനാണ്. മോന് ഖുർആനില്ല, മോന് നല്ല സിനിമാ പാട്ടിരിപ്പുണ്ട്, വേണേൽ വെച്ച് തരാം. അള്ളാഹു മുളക്കാക്കട്ടെ. മോൻ്റെ കയ്യിൽ വേറെ സാധനങ്ങളായിരിക്കുന്നു, കണ്ടു കഴിഞ്ഞാൽ ബോധം പോവും, ഒളുവും പോവും. അള്ളാഹു മുളക്കാക്കട്ടെ. അതാണ് നമ്മുടെ അവസ്ഥ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൃദയത്തിന് മാറ്റുകൂട്ടാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതായ അധ്യാപനമാ ഒന്ന് ഖുർആൻ ഓതാൻ പാരായണമാണ്. ഇന്നത്തെ തലമുറകൾ കുറഞ്ഞു പോയില്ലേ, പാരായണം നശിച്ചു പോയില്ലേ. യാസീൻ തന്നെ ഓതാത്തതാകുന്ന എത്ര ആളുകളാണ്, ചെറുപ്പക്കാരാണ്. മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന മനുഷ്യ നിനക്ക് വേണ്ടിയും നീ ഖുർആൻ ഓത. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യാസീൻ ഖൽബുൽ ഖുർആനാണ്, ഖൽബുൽ ഖുർആനാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും പാരായണം ചെയ്തിരുന്നതായ സൂക്തമല്ലേ ഇന്നത്തെ തലമുറകൾ അന്യമാക്കി കളഞ്ഞില്ലേ. സൂറത്തുൽ മുൽക്ക് ഓതാത്ത എത്രയെത്ര ചെറുപ്പക്കാരാണ് സഹോദരങ്ങളാ. ഓതിയാൽ ഖബറിൽ ജീവിതം സുനിശ്ചിതമാണെന്ന് അറിയാവുന്ന വ്യക്തികൾ പോലും അത് പാരായണം ചെയ്യാതെ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ. ദാരിദ്ര്യ നിർമാർജനത്തിന് വേണ്ടി മുത്തുനബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തിന് ലോകത്തിനെ പഠിപ്പിച്ചു കൊടുത്തതാകുന്ന സൂറത്തുൽ വാഖിയ ഈ സമൂഹം തള്ളിക്കളഞ്ഞില്ലേ. ദാരിദ്ര്യം നമ്മുടെയൊക്കെ കൂടപ്പിറപ്പുകളായി വന്നു ചേർന്നില്ലേ. അല്ലേ, സൂറത്തുൽ വാഖിയ ആരാ ഓതിയത്? ഇന്നത്തെ ദിവസം ഓതിയവരാരാണെന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് കൈയുയർത്താൻ പറ്റും? കൈയുയർത്തണ്ട, ചിന്തിച്ചാൽ മതി. ഞാൻ ആരെയും ഇൻസൾട്ട് ചെയ്യാനില്ല. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഇല്ല, വളരെ കുറവാണ്, എനിക്കറിയാം. വളരെ കുറവായിരിക്കും, ഉണ്ടാവും, വളരെ കുറവായിരിക്കും. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നില്ല, ഒക്കെ അറിയാം. ഖബർ ജീവിതം സുഖം കിട്ടാനൊക്കെയാണെന്നൊക്കെ അറിയാം. യാസീൻ വളരെ റാഹത്താണ്, ഖുർആൻ്റെ ഹൃദയമാണെന്നറിയാം, പക്ഷെ ഓതലില്ല. അവിടെയാണ് വിഷയം. എല്ലാം പഠിച്ചു വെച്ചിരിക്കുക. നമ്മളെ മലബാറിലുള്ള ആളുകൾക്കെല്ലാം ഒരു അള്ളാഹു നൽകിയിരിക്കുന്ന തൗഫീഖ്, ഖുർആൻ നല്ല വൃത്തിക്ക് ഓതും. എൻ്റെ മോനെ ഉസ്താദെ നല്ലപോലെ ഖുർആൻ ഓതും. ഓതിയോ? ഇന്ന് വരെ ഒരു ഖത്തും ഓതിയിട്ടില്ല. എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ മറ്റ് ജില്ലകളിലും മറ്റു ഭാഗങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഓതാൻ അറിയാത്തതിൻ്റെ വിഷമം, അവരതിൻ്റെ സങ്കടത്തിലിരിക്കുക. നമുക്ക് നല്ല ഓതാൻ അറിയാം, കണ്ണിന് കാഴ്ചയുണ്ട്, കാതിന് നല്ലതുപോലെ കേൾവി ശക്തിയുണ്ട്, എല്ലാ അവയവങ്ങൾക്കും ഒരു കുഴപ്പമില്ല, എന്നിട്ടും സൗകര്യങ്ങളുമുണ്ട്, എന്നിട്ടും ഓതൂല. ഒരു 10 പേജ് വേണ്ട, ഒരു പേജ് ഡെയിലി ഒന്ന് ഓതിക്കൂടെ? അതിനൊരു ഖൈർ എത്രയാ! സുബ്ഹാനല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു സഹാബി വര്യനെ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ അമലേതാണ്? അല്ലാഹുവിന്റെ റസൂൽ ഉടനെ മറുപടി നൽകുകയാണ്, അൽ ഹാലു വൽ മുർതഹീൽ, ഹാലും മുർതഹീലുമാണ്. സ്വഹാബത്ത് ചോദിക്കുകയാണ്, വമൽ ഹാലു വൽ മുർതഹീലു യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, എന്താണ് ഹാലെന്ന് പറഞ്ഞാൽ, എന്താണ് മുർതഹീൽ എന്ന് പറഞ്ഞാൽ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി നൽകുകയാണ്, ഇദാ ഖതമ ഖതമത ഇസ്തഅനഫ ഖതമതൻ ഉഖറാ. പരിശുദ്ധമായ ഖുർആനിന്റെ തുടക്കം മുതൽ അവസാനം വരെ പാരായണം ചെയ്തിട്ട് വീണ്ടും തുടങ്ങി വെക്കുന്ന പ്രവർത്തനമാണ്. സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഖത്മ പൂർത്തീകരിച്ചിട്ട് വീണ്ടും ഫാത്തിഹ കൊണ്ട് തുടങ്ങി വെക്കുന്ന പ്രവർത്തനമില്ലേ? അഥവാ കറാത്ത് മറാത്ത് ആവർത്തിച്ച് ഖുർആൻ ഖത്മ തീർക്കുന്ന അമലില്ലേ? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ് സ്വഹാബ. അല്ലാഹുവിന് ഏറ്റവും പ്രിയമുള്ള
ഭാരമുള്ള അമല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, യുദ്ഫഉൻ മുസ്തമിൽ ഖുർആനി ബൽവ ദുനിയാ വഅൻതാലിൽ ഖുർആനി ബൽവൽ ആഖിറ. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നത് തന്റെ പ്രിയപ്പെട്ട മക്കളിൽ നിന്ന് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ നിന്ന് മക്കളിൽ നിന്ന് ചെറുമക്കളിൽ നിന്ന് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആൻ അത് കേൾക്കുന്നതായ രക്ഷിതാവേ, കേൾക്കാൻ താല്പര്യപ്പെടുന്നവരെ, ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കുന്നവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലെ ബലാ മുസീബത്തുകളെ തൊട്ട് കാക്കുകയാണ്. വഅൻതാലിൽ ഖുർആനി ബൽവൽ ആഖിറ. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതായ ആളുകളെ, ഖുർആൻ പാരായണം ചെയ്യാൻ താല്പര്യത്തോടുകൂടി ഖുർആൻ എടുത്തുകൊണ്ട് കിബില കവിയുമായിരുന്നു കൊണ്ട് ഖത്മ തീർക്കാൻ താല്പര്യപ്പെടുന്നവരെ, ഖുർആനിന്റെ അകത്തളങ്ങളിലേക്ക് അതിന്റെ ആഴങ്ങളിലേക്ക് ചിന്ത വെച്ചുകൊണ്ട് പാരായണം ചെയ്യുന്നവരെ, വഅൻതാലിൽ ഖുർആനി ബൽവൽ ആഖിറ. ആഖിറത്തിലെ ബലാ മുസീബത്തുകളെ തൊട്ട് അല്ലാഹു അവനെ സംരക്ഷിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ മക്കളെ പരിശുദ്ധമായ ഖുർആനിന്റെ വഴിത്താരയിലേക്ക് പറഞ്ഞുവിടണേ. പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കാനും ഓദിക്കുവാനും അതിൻ്റെതാകുന്ന പാരായണ ശാസ്ത്രങ്ങൾ തജ്വീദ് അനുസരിച്ചുകൊണ്ട് കൃത്യമായ ഖുർആൻ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതം ചിട്ടവെക്കാനും ഹാഫിളീകളായ മക്കളെ നാം തയ്യാറെടുക്കണേ. ആലിമാക്കാൻ വേണ്ടി മക്കളിൽ ഒരാളെയെങ്കിലും നാം പറഞ്ഞു വിടണേ. നാളെ നീ മരണപ്പെട്ടുകൊണ്ട് ജനങ്ങൾ മുഴുവനും നിന്റെ വീട്ടിലേക്ക് വന്ന് ഒഴുകുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉപ്പയാണ് വാപ്പാക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതാമെന്ന് പറഞ്ഞ് ഫാത്തിഹ സൂറത്ത് ജനങ്ങളെ കൊണ്ട് ഓദിച്ച് ആമീൻ പറയുന്ന ദുആ ചെയ്യുന്ന സാലിഹായ ഒരു മകനെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമുക്ക് വേണ്ടി നാളെ നിന്റെ പ്രിയപ്പെട്ട മക്കൾ പല വഴിക്കോടുകയാണ്. ഒരുത്തൻ പ്രവാസിയാണ്, ഒരുത്തൻ എഞ്ചിനീയറാണ്, ഒരുത്തൻ ഡോക്ടറാണ്, മറ്റൊരുത്തൻ ടീച്ചറാണ്. ഓരോരുത്തരും വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും കോലത്തിലുമായി പോകുമ്പോ, ആലിമായ മനുഷ്യൻ, നാട്ടിൽ ജോലി ചെയ്യുന്ന മനുഷ്യൻ എല്ലാ വെള്ളിയാഴ്ചയും നിന്റെ ഖബറിന്റെ സമീപം വരുകയാണ്. എനിക്കെന്റെ പ്രിയപ്പെട്ട വാപ്പയാണ് വലുത്, മരണപ്പെട്ടുപോയ എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് വലുത്. ആ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് സലാം ചൊല്ലുകയാണ്. അസ്സലാമു അലൈക്കും യാ അബീ, അസ്സലാമു അലൈക്കും യാ ഉമ്മീ. എനിക്കെന്റെ പ്രിയപ്പെട്ട പിതാവേ, രക്ഷിതാവേ, എന്റെ ജീവിത കാലഘട്ടങ്ങളിൽ സർവ്വതും നൽകിക്കൊണ്ട് എന്നെ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാവേ, നിങ്ങൾക്കിതാ സലാം. പ്രിയപ്പെട്ട വാപ്പാ, നിങ്ങൾക്കിതാ സലാം. യാസീൻ ഓതുകയാണ്, സൂറത്തുൽ മുൽക്ക് ഓതുകയാണ്, സജദ ഓതുകയാണ്. ഖബറിന്റെ സമീപത്തിരുന്നു കൊണ്ട് പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, എനിക്ക് താങ്ങായി തണലായി വർത്തിച്ച എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ മാതാവിന്റെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. ആദരവായ പ്രവാചകനെ പഠിപ്പിച്ചതാകുന്ന ചര്യ അവനറിയാം, അവനറിയാം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതല്ലേ, മൻസാറ ഖബറ അബവൈഹി ഫീ യൗമിൽ ജുമുഅ ഔ ലൈലത്തിൽ ജുമുഅ. ആരൊരുവൻ മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെ ഖബർ വെള്ളിയാഴ്ച രാവിലോ അതിൻ്റെതാകുന്ന പകലിലോ ആരൊരുവർ സന്ദർശനം നടത്തിയാൽ അവനെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തവനായി അല്ലാഹു രേഖപ്പെടുത്തുകയാണ്. പഠിച്ചു വെക്കണേ സഹോദരങ്ങളെ, സഹോദരിമാരെ, പഠിച്ചു വെക്കേണ്ട അമലാണ്, ചെയ്തു വെക്കേണ്ട അമലാണ്. മാതാപിതാക്കളുടെ ഖബർ വെള്ളിയാഴ്ച ദിവസം സന്ദർശിക്കുന്നതായ രക്ഷിതാക്കളുടെ ഖബർ സന്ദർശിക്കുന്ന മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്തവരുടെ ലിസ്റ്റിലേക്ക് രേഖപ്പെടുത്തുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആരാണ് ഇതിന് ഏറ്റവും കൂടുതൽ താല്പര്യം വെക്കുക? ദീൻ പഠിച്ചതായ, ദുനിയാവ് നശിക്കുന്നതാണെന്ന് പഠിച്ച, ആഖിറമാണ് ശാശ്വതമെന്ന് പഠിച്ച സാലിഹായ ഒരു പൊന്നുമോനുണ്ടെങ്കിൽ, ഖുർആൻ പഠിച്ച ഹാഫിളായ പൊന്നുമോനുണ്ടെങ്കിൽ അവൻ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് ഖുർആൻ ഖത്മ തീർക്കുകയാണ്, ദിക്ർ ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യുകയാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന റജുല യൽഖാ സാഹിബഹു ഹീന യൻശഖുൽ ഖബറു അൻഹു.
ഖബർ പിളരുകയാണ്, ഖബർ പിളരുകയാണ്. സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഊത്ത് കടന്നു വരുമ്പോ മൂന്നാമത്തെ ഊത്തിലൂടെ ഖബർ പിളർക്കുകയാണ്, പിളർക്കുകയാണ്. ആ പിളർക്കുന്ന സന്ദർഭത്തിൽ ഖബറിൽ നിന്ന് മനുഷ്യൻ അവന്റെ മുന്നിൽ നിൽക്കുന്നതായ വ്യക്തിയെ കാണുകയാണ്. സുമുഖനാണ്, തലേക്കെട്ട് ധരിച്ചതായ വ്യക്തിയാണ്, നല്ല തലപ്പാവ് ധരിച്ചതാകുന്ന വെള്ള വസ്ത്രം ധരിച്ചതായ മനുഷ്യനാ. ആ മനുഷ്യനെ കാണുകയാണ്. ആ മനുഷ്യൻ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്നവനോട് ചോദിക്കുകയാണ്, ഹൽ താരിഫുനീ, നിനക്കെന്നെ മനസ്സിലായില്ലയോ, നിനക്കെന്നെ അറിയില്ലയോ? ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യൻ ചോദിക്കുകയാണ്, മാ അരിഫുക, എനിക്ക് നിന്നെ മനസ്സിലായില്ല. ആരാണ് നീ, ഏതാണ് നീ, എന്താണ് നീ? ഖബറിന്റെ മുന്നിൽ വന്നുകൊണ്ട് വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നിലകൊള്ളുന്ന സുമുഖനായ ചെറുപ്പക്കാരനെ കണ്ടുകൊണ്ട് ഖബറിൽ നിന്ന് പുലർന്നു വരുന്ന മനുഷ്യൻ അത്ഭുതം കൂറിക്കൊണ്ട് ചോദിക്കുമ്പോ ആ വെള്ള വസ്ത്രം ധരിച്ച മനുഷ്യൻ പുഞ്ചിരി തൂകിക്കൊണ്ട് വീണ്ടും ചോദിക്കുകയാണ്, ഹൽ താരിഫുനീ, ഒന്നുകൂടി നോക്കണേ ചെറുപ്പക്കാരാ, ഒന്നുകൂടി നോക്കണേ പ്രിയപ്പെട്ടതാകുന്ന ഉപ്പ, ഒന്നുകൂടി നോക്കണേ പ്രിയപ്പെട്ട ഉമ്മ, ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കണേ, എന്നെ മനസ്സിലായില്ലയോ? വീണ്ടും ഈ മനുഷ്യൻ പറയുകയാണ്, മാ ആരിഫുക, എനിക്ക് നിന്നെ മനസ്സിലായില്ല. ആരാണ് നീ, ആരാണ് നീ? ഫയുഖാലു ലഹു, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉടനെ ആ മനുഷ്യനോട്, ഖബറിൽ എഴുന്നേൽക്കുന്ന മനുഷ്യനോട് തൂവെള്ള വസ്ത്രധാരിയാകുന്ന സഹോദരൻ പറയുകയാണ്, അന സാഹിബുക്കൽ ഖുർആൻ, അന സാഹിബുക്കൽ ഖുർആൻ അല്ലദീ അളമഉതുക ഫിൽ ഹവാജിർ വഅസ്ഹറത ലൈലതക, ഞാനാണ് നിന്റെ പരിശുദ്ധമായ ഖുർആൻ, നീ ദുനിയാവിൽ ഓതി തീർത്തതായ ഖുർആൻ, അത് ഞാനാണ്, ഞാനാണ്, ഞാനാണ് യാസീൻ, ഞാനാണ് ത്വാഹ, ഞാനാണ് ഹമീം, ഞാനാണ് പരിശുദ്ധമാക്കപ്പെട്ടതായ സൂറത്തുൽ വാഖിയ, ഞാൻ നിന്റെ പരിശുദ്ധമായ ഖുർആനാണ്, ഖുർആനാണ്. ഈ ദുനിയാവിൽ സ്വന്തമായി മുസ്ഹഫ് എടുത്തു വെച്ചുകൊണ്ട് ഖുർആൻ ഖത്മ തീർത്തതാകുന്ന പ്രായം ചെന്ന ഉമ്മ ഖബർ പിളരുമ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുകയാണ്. ആ ഉമ്മയോട് പറയുകയാണ്, ഉമ്മ പേടിക്കേണ്ടതില്ല, പേടിക്കേണ്ടതില്ല, നിങ്ങൾക്ക് തുണയായിട്ട് വന്നവനാണ് ഞാൻ. അന അളമൗതുക ഫിൽ ഹവാജിർ വഅസ്ഹറത ലൈലതക, എത്രയോ രാത്രി ഉറക്കമൊഴിച്ചുകൊണ്ട് വാല് കേട്ടുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഖത്മ തീർത്തവരല്ലേ, തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് ഓതി തീർത്തവരല്ലേ, അത്താഴ സമയത്തിരുന്നു കൊണ്ട് ഖുർആൻ നല്ല മനോഹരമായ ശബ്ദത്തിൽ പാരായണം ചെയ്തവരല്ലേ. നിങ്ങൾക്കിതാ സംരക്ഷണത്തിനായി, നിങ്ങൾക്കുള്ള ഷഫിയായി, നിങ്ങൾക്കുള്ള ശുപാർശകനായി, നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് വരെ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഖബറിന്റെ സമീപത്ത് വന്ന് ഖുർആൻ നിൽക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തീർന്നില്ല, തീർന്നില്ല. ഹാഫിളീങ്ങളായ പ്രിയപ്പെട്ട മക്കളെ, ഖുർആൻ പഠിക്കാൻ വിട്ട പ്രിയപ്പെട്ടതായ രക്ഷിതാക്കളെ, അറിയണേ, അറിയണേ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വൽ ഖുൽദു ബിശിമാലിഹി, അവന് സ്വർഗത്തിൻ്റെതാകുന്ന ശാശ്വതികത്വത്തിന്റെ കരാർ പത്രം ആ സമയത്ത് തന്നെ മലക്കുകൾ മുഖേന അല്ലാഹു രേഖപ്പെടുത്തുകയാണ്. നീ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടവനാണ്, ഇതാ നിനക്കുള്ള കരാർ പത്രം, സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കരാർ പത്രം. ഖബർ പിളർന്നുകൊണ്ട് മഹ്ശറയിലേക്ക് പോകുമ്പോൾ തന്നെ ഏതാനും ചില ആളുകൾക്ക് അല്ലാഹു മലക്കുകൾ മുഖേന രേഖപ്പെടുത്തുകയാണ്. ആരാണ് ഇവന്? ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിതം നയിച്ചവനാണ്. ഖുർആൻ ഹൃദയത്തിൽ സൂക്ഷിക്കുക മാത്രമല്ല, അതനുസരിച്ചു കൊണ്ടുള്ള ചിട്ടയായ ജീവിതം, കള്ളുകുടിക്കാതെ, ഉപചരിക്കാതെ, സിനിമ കാണാതെ, സീരിയൽ ദർശിക്കാതെ, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ കണ്ണ് മഞ്ഞളിപ്പിക്കാതെ, ഹറാമായ ചാറ്റിംഗ് നടത്താതെ, മോശപ്പെട്ടതാകുന്ന പാൻപരാഗ് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതെ, ഒരു അനാവശ്യമാകുന്നതാകുന്ന തലത്തിലേക്ക് തന്നെ നാവിനെ കൊണ്ടുപോകാതെ സദാസമയവും വിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതം നയിച്ചവനാ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ കരാർ പത്രം രേഖപ്പെടുത്തുകയാണ്. തീർന്നില്ല, തീർന്നില്ല. വയൂളു അലാ
റഅസിഹി താജുൽ വഖാർ. സ്വർഗത്തിലുള്ളതാകുന്ന അതിശ്രേഷ്ഠമാക്കപ്പെട്ടതായ ഒരു വഖാറിന്റെ ഗാംഭീര്യമുള്ളതാകുന്ന ഒരു കിരീടം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തലയിലേക്ക് അണിയിക്കുകയാണ്. എന്തിനാണ് ഇത്ര വലിയ ആദരവ് നൽകിയത്? ദുനിയാവിൽ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിച്ചവനല്ലേ, ഖുർആൻ ഓതിക്കൊണ്ട് നിർത്തവനല്ലേ. വയൂളു അലാ റഅസിഹി താജുൽ വഖാർ. ഗാംഭീര്യത്താലുള്ള ഒരു കിരീടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. തീർന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിച്ച് ജീവിച്ചതാകുന്ന കുട്ടിയുടെ മാതാപിതാക്കളെ അവരെ വിളിക്കുകയാണ്. തിരൂരിലുള്ള ജനതാ ബസാറിലുള്ള ഉമ്മയല്ലേ കടന്നു വരിക. പാവപ്പെട്ട കൃഷിക്കാരനല്ലേ കടന്നു വരിക. കോടാനുകോടി ജനങ്ങൾ നിൽക്കുന്ന മഹ്ശറയിലേക്ക് ഇന്നുള്ളവരല്ല വരാനിരിക്കുന്നതായ ജനകോടികളും കഴിഞ്ഞുപോയതാകുന്ന ജനസഹസ്രങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന മഹ്ശറയിൽ വെച്ചുകൊണ്ട് 4ാം ഘട്ട ജീവിതത്തിൽ അല്ലാഹു വിളിക്കുകയാണ്. കടന്നു വരുക. എന്നിട്ട് ആ മാതാപിതാക്കൾക്ക് അല്ലാഹു അവരുടെ ശരീരത്തിലേക്ക് അണിയാൻ വേണ്ടി നല്ല പട്ടുവസ്ത്രം അല്ലാഹു നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയതാകുന്ന പട്ടുവസ്ത്രം ഹുല്ലതൈൻ സ്വർഗീയമാകുന്ന പട്ടുവസ്ത്രം നൽകി അവരെ ആദരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലോകത്തൊരു ടെക്സ്റ്റൈൽസിലും പോയി നിങ്ങൾ അന്വേഷിച്ചാലും അത്തരത്തിലുള്ളതാകുന്ന വസ്ത്രം നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റൂല. അത്രയേറെ വില കൂടിയതാകുന്ന വസ്ത്രമാണ്. അത്രയേറെ കാണാൻ മുഞ്ചുള്ള മനോഹരമാകുന്ന പട്ടുവസ്ത്രം. ഈ ദുനിയാവിൽ പുരുഷന് ഹറാമായിരുന്ന വസ്ത്രം നാളെ അല്ലാഹു മഹ്ശറയിലേക്ക് നീക്കി നിർത്തിയിട്ട് ധരിപ്പിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് കണ്ണീരൊഴിച്ചുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ചോദിക്കുകയാ, ലിമകുസിനാ ഹാദിഹി യാ അല്ലാഹ്. അല്ലാഹുവേ പടച്ച റബ്ബേ, എന്തിനാണ് ഞങ്ങൾക്കിത് ധരിപ്പിച്ചത് അല്ലാഹ്? ഞങ്ങൾ പാവപ്പെട്ടവരാണ്, ഞങ്ങൾ കൃഷിക്കാരനാണ്, ഞങ്ങൾ പാവപ്പെട്ടവരാണ്, ഞങ്ങൾക്ക് എന്തിനാണ് ഈ വലിയ സൗഭാഗ്യം നീ നൽകിയത് എന്ന് ചോദിക്കുമ്പോ ആ രക്ഷിതാക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹു മലക്കുകൾ മുഖേന പറയുകയാണ്, ബി അഖദി വലദികുമാ അൽ ഖുർആൻ. നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കളെ ഖുർആനിന്റെ വഴിയിലേക്ക് നിങ്ങൾ തിരിച്ചു നിർത്തിയതിന് കാരണം കൊണ്ടാണ്. ഖുർആനിന്റെ വഴിയിലേക്ക് മക്കളെ പറഞ്ഞു വിട്ടവരല്ലേ, ഖുർആൻ പഠിച്ചതായ മക്കളല്ലേ, ഖുർആൻ ഓതിയതായ മക്കളല്ലേ, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അതിന്റെ രീതി അനുസരിച്ചുകൊണ്ട് ജീവിച്ചവരല്ലേ. അത് കാരണമായിട്ടാണ് നിങ്ങൾക്ക് ഈ പദവി നൽകുന്നതെന്ന് അല്ലാഹു പറയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഈ ഹൃദയത്തിന് കറയുണ്ട്, അത് മാറ്റിയെടുക്കാനുള്ള വഴി 2 എണ്ണമാണ്. ഒന്ന് ഖുർആൻ പാരായണമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ.